ക്ഷേത്ര സംസ്കാരത്തിന്റെ തുടർച്ച എന്ന് വേണം. ഈ വർഷം ദേവദത്തൻ എന്ന വാക്ക് ആ പ്രശസ്തി പത്രത്തിൽ നമ്മൾ കേട്ടതാണ്. ദൈവദത്തൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എത്രയോ മനോഹരമായ അർത്ഥഭംഗിയുള്ള ഒരു വാക്കായി അത് മാറിയിരിക്കുന്ന നിമിഷമാണ്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ നല്ല ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ ചെറുപ്പത്തിൽ നിൽക്കുന്നയാളാണ്. അദ്ദേഹം ഇങ്ങനൊരു ശില്പഭംഗി, ആ ശിവനെ കണ്ടിട്ടുള്ള, ശിവന്റെ പ്രതിരൂപം കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിൽ നിന്നതുമായില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ്, ഒരുപക്ഷെ കോടിക്കണക്കിന് ആളുകളിലേക്ക് അഴിമല ക്ഷേത്രവും ആ സംസ്കാരവും ചെന്നെത്തിയത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവ്യ പുരുഷൻ എന്നതുപോലെ പ്രതിഭാശാലിയായ ഒരു മഹത്തായ കലാകാരന്റെ സാന്നിധ്യം കൂടി കൊണ്ടാണ്. ആ കലാകാരന് ഈ മനോഹരമായ വേദിയിൽ വെച്ച് ഈ പുരസ്കാരവും അതിനോടൊപ്പമുള്ള ക്യാഷ് അവാർഡ്, മനോഹരമായി തീർത്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും പൊന്നാടയും ഏറ്റുവാങ്ങുന്നതിന് അദ്ദേഹത്തെയും ഒപ്പം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ശ്രീമതി ജാനകി ദേവദത്തൻ വേദിയിലുണ്ട്. ശ്രീമതി ജാനകിയെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. ഈ പുരസ്കാരം സമർപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ പുണ്യ പാദസ്പർശം കൊണ്ട് നമ്മുടെ ഭൂമിയെ ധന്യമാക്കിയ ശാന്തിപ്രസാദ് അവരുകളെയും നമ്മുടെ വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളെയും ഒരുപോലെ ക്ഷണിച്ചുകൊണ്ട് പുരസ്കാരദാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഒരു നല്ല കയ്യടി കൊടുക്കാൻ കേട്ടോ. ഒരു ശില്പം കൊണ്ട് ഒരു ക്ഷേത്രത്തെയും ഒരു നാടിനെയും ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ഡോക്ടർ PS ദേവദത്തൻ എന്ന നമ്മുടെ പ്രിയങ്കര ദേവദത്തൻ അദ്ദേഹത്തിന്റെ അനുഭവം നമ്മോട് പങ്കിടുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, ഭക്തജനങ്ങളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു സദസ്സായിരിക്കുമെന്ന് ഞാൻ വരുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ തുമ്പോട് മഹാദേവന്റെ തിരുസന്നിധിയിൽ ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു രീതിയിലും അതിലുപരി വളരെ സ്നേഹം നിറഞ്ഞ മനസ്സോടെ എന്നെയും എൻ്റെ കലയും
ആദരിക്കുകയും അംഗീകരിക്കുകയും അതുപോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന മനസ്സിലുള്ള ഈ അംഗീകാരം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒന്നായി കരുതുന്നു ഈ നിമിഷം. എല്ലാവർക്കും എൻ്റെ